MK രാഘവനെതിരായ കോഴ ആരോപണം ഗുരുതരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തന്നെ കുടുക്കിയതെന്ന് MK രാഘവൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. MK രാഘവനെതിരായ അഴിമതി ആരോപണം ഗുരുതരമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സംഭവത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും പ്രതികരണം. അതേസമയം കോഴ ആരോപണത്തിന് പിന്നിൽ CPM എന്ന MK രാഘവൻ. സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ട്. ഒരു മാഫിയ സംഘമാണ് ഡൽഹിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുവന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും MK രാഘവൻ. ആരോപണത്തിനെതിരെ KPCCയും രംഗത്ത്. രാഘവന്റെ ജനസ്വീകാര്യത നഷ്ടപ്പെടുത്തുകയാണ് ആരോപണത്തിന്റെ ലക്ഷ്യമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഘവനെ അപകീർത്തിപ്പെടുത്താനുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. MK രാഘവനെതിരെ ഒരു ദേശീയ മാധ്യമമാണ് അഴിമതി വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. രാഹുലിനായി വയനാട്. UDF സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11:30 കളക്ടറേറ്റിലെത്തിയാണ് പത്രിക സമർപ്പിക്കുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്കയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തും. കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും രാഹുൽ മടങ്ങുക. ചിലപ്പോൾ DCC ഓഫീസിലെത്തി നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. രാവിലെ 8 മണി മുതൽ താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് രാഹുൽ കേരളത്തിലെത്തിയത്. കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന രാഹുൽ അവിടെ നിന്ന് റോഡ് ഷോ ആയി നാമനിർദ്ദേശ പത്രിക നൽകാൻ കളക്ടറേറ്റിലേക്ക് പോകും. തുടർന്നാവും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുക. സുരക്ഷാ ഏജൻസിയുടെ അനുമതി ലഭിച്ച ശേഷമാവും മറ്റു പരിപാടികളിൽ അന്തിമ തീരുമാനമുണ്ടാവുക. പത്രികകളുമായി സ്ഥാനാർത്ഥികൾ. പത്തനംതിട്ടയിലെ NDAയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രനും ചാലക്കുടി സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും കേസുകളുടെ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് പുതുക്കി നൽകും. തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഗുരുവായൂർ ദർശനശേഷമാവും പത്രിക സമർപ്പിക്കുക. ജയിലിലായ കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി KP പ്രകാശ് ബാബുവിനായി അദ്ദേഹത്തിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റാണ് പത്രിക സമർപ്പിക്കുക. അതേസമയം സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണിന്ന്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആകെ ലഭിച്ചത് 154 പത്രികകൾ. 41 പത്രികകൾ ഇന്നലെ മാത്രം കിട്ടി. നാളെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. തുടർക്കഥയാവുന്ന കൊലപാതകങ്ങൾ. തൃശൂർ ചിയാരത്ത് വിദ്യാർത്ഥിനിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലപ്പെട്ടത് ബിടെക് വിദ്യാർത്ഥിനി നീതു. കൃത്യം നടത്തിയ വടക്കേക്കാട് സ്വദേശി നിതീഷിനെ നാട്ടുകാർ ചേർന്ന് പോലീസിൽ ഏൽപ്പിച്ചു. കത്തികൊണ്ട് കുത്തിയ ശേഷം കൊലപ്പെടുത്തിയതാണെന്ന് സംശയം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൃത്യം നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് നാട്ടുകാർ. ഇന്ന് രാവിലെ 7 മണിക്ക് നീതുവിന്റെ വീട്ടിൽ കയറി നിതീഷ് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന്. നിതീഷ് വീട്ടിൽ അതിക്രമിച്ചു കടന്നതാകാമെന്ന് സൂചന. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യും. പെൺകുട്ടി കഴിഞ്ഞിരുന്നത് മുത്തശ്ശിയോടും അമ്മാവനോടുമൊപ്പം. സമാന സംഭവം കഴിഞ്ഞ മാസം 13 തിരുവല്ലയിലും നടന്നിരുന്നു. ആലഞ്ചേരിയിൽ വിചാരണ. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരുൾപ്പെടെ 27 പേരെ പ്രതിയാക്കി കേസെടുക്കണമെന്നാണ് ആവശ്യം. എറണാകുളം സ്വദേശി പാപ്പച്ചൻ എന്നയാളാണ് ഹർജി നൽകിയത്. സീറോ മലബാർ സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളുടെ വിൽപ്പനയിൽ സഭയ്ക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി അടക്കം 3 പേർക്കെതിരെ കേസെടുക്കാൻ തൃക്കാക്കര കോടതി ഉത്തരവിട്ടിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പല കോടതികളായി 7 കേസുകൾ നിലവിലുണ്ട്. ആശ്വാസമാകുന്ന പ്രവചനം. സംസ്ഥാനത്ത് ഇതുവരെ വേനൽ മഴ ആവശ്യത്തിന് കിട്ടിയത് കൊല്ലവും വയനാടും പത്തനംതിട്ടയും മാത്രമാണ്. ഈ മാസം പകുതിയോടെ എല്ലായിടങ്ങളിലും വേനൽ മഴ എത്തുമെന്നാണ് വിലയിരുത്തൽ. പതിവ് പോലെ തെക്കൻ ജില്ലകളിലായിരിക്കും വേനൽ മഴ കൂടുതൽ കിട്ടുക. കനത്ത ചൂട് സംസ്ഥാനമാകെ തുടരുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ശരാശരിക്കും 4 ഡിഗ്രി മുകളിലാണ് താപനില. മറ്റിടങ്ങളിൽ ഈ ദിവസങ്ങളിൽ 2 മുതൽ 3 ഡിഗ്രി വരെയാണ് താപനിലയിലെ വർധന. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.